അതിന് പിതാവ്, നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കാം. നിനക്ക് കുടിച്ച് കൂത്താടി നടക്കാൻ എന്റെ കൈ തരാൻ പൈസയൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്താ തള്ളേ? നിങ്ങളുടെ ഈ പിച്ചക്കാശ് കൊണ്ട് എനിക്കെന്താകാനാ? ആ അലമാരയുടെ താക്കോലിതാ, ആ അലമാരയുടെ താക്കോലിക്ക് തരാൻ. അത് ഞാൻ തരില്ല, ചത്താലും ഞാൻ തരില്ല. നാശം പിടിച്ചവൻ. ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, ഞാനും കൂടി കഷ്ടപ്പെട്ടതാ. ഇങ്ങി തരാൻ. നശിച്ചവനെ, ആ താക്കോലിങ്ങി താടാ. എടാ, ആ താക്കോലിങ്ങി തരാൻ. അയ്യോ, അതെല്ലാം എടുത്തോണ്ട് പോകാതെടാ. ഇന്നാ നിങ്ങളുടെ താക്കോൽ. എടാ, ആ കാശിങ്ങി തരാൻ. എടാ, അതിങ്ങി തരാൻ. എടാ, അത് കൊണ്ടുപോകരുത്. എടാ, അത് കൊണ്ടുപോകരുതെന്ന്. നാശം പിടിച്ചവനെ മിണ്ടാതെ നാട്ടുകാര് കേൾക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ഇട്ടുമൂടാ സ്വത്തുണ്ടായിട്ടും മക്കൾക്ക് അത് എഴുതി കൊടുക്കാത്ത ഒരു നശിച്ച അപ്പൻ. എന്ത് പറഞ്ഞടാ നീ? എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ അപ്പനല്ലേടാ. ഒരപ്പൻ. ഇറങ്ങിക്കോടോ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന്. എവിടെയെങ്കിലും പോയി ചാകടാ. നീ ആരാ? ഇതൊക്കെ എനിക്കും കൂടി അവകാശപ്പെട്ടത്. എല്ലാം കൂടി ഒറ്റയ്ക്ക് അനുഭവിക്കാമെന്ന് നീ കരുതണ്ട. എനിക്കുള്ളത് നാളത്തെ പകലിൽ എഴുതിക്കോണം. എനിക്ക് നശിച്ച വീട്ടിൽ നിൽക്കണ്ട. ഇതുപോലൊരു അപ്പനും അമ്മയും എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എന്റെ ഷെയർ അതെനിക്ക് നാളെ തന്നെ കിട്ടണം, ഒട്ടും കുറയാതെ. നീ ഇപ്പോൾ പോ. അപ്പൻ ആലോചിച്ച് വേണ്ടത് ചെയ്യും. നീ കൂടുതൽ ആലോചനയൊന്നും അപ്പന് പറഞ്ഞു കൊടുക്കണ്ട. ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ നേർ പകുതി അതെനിക്കുള്ളതാ. അതെനിക്ക് കിട്ടിയേ തീരൂ. എഴുതിക്കോളും നാളെ തന്നെ. അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ചേട്ടനോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. കൊന്നു കളയും എല്ലാത്തിന്. എനിക്ക് പണം വേണം. പറഞ്ഞു കൊടുക്കുന്നല്ല ഭർത്താവിനോട്. അച്ചായ, എഴുതി കൊടുത്തേരെല്ലാം. ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ? എഴുതി കൊടുത്തേര്. ഒരു പക്ഷേ അവൻ നമ്മളെ കൊല്ലാനും മടിക്കില്ല. എല്ലാം എഴുതി കൊടുത്തേര്. നിങ്ങളിങ്ങനെ അപ്പനും മോനും തമ്മി വഴക്കുണ്ടാക്കാതെ മനുഷ്യരെന്ത് പറയും? അല്ലെങ്കിൽ തന്നെ നാണക്കേട് കൊണ്ട് വഴിയിലിറങ്ങി നടക്കാമേല. എന്റെ ദൈവമേ, ഇതിനിടയിൽ ഞാനാണല്ലോ കിടന്ന് നീറുന്നത്. രക്തബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും മറന്ന് പണത്തെ മാത്രം സ്നേഹിച്ച് ജീവിതം തകർത്തെറിഞ്ഞ അനേകരിലൂടെ ഒരു തീർത്ഥയാത്ര. നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നും ഞങ്ങൾ തുടങ്ങുന്നു. കുറവുകളും കുറ്റങ്ങളും ഉണ്ടാവാം. ക്ഷമയോടെ സഹകരിക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ശ്രീ മൈക്കിൾ തേയിലപ്പള്ളി രചനയും സംവിധാനവും നിർവഹിച്ച് ബഹ്റിൻ മലയാളി CSI പാരീഷ് സദയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആത്മാവിൽ ഒരു തീർത്ഥാടനം.
മനുഷ്യൻ ഇതെവിടെ പോയതാ? പ്രാർത്ഥിക്കായിരിക്കുമ്പോ അതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകും. ദൈവഭയമില്ലാത്ത മനുഷ്യൻ. കുഞ്ഞമ്മേ, അച്ചായനെ കണ്ടോ? ആ ഗേറ്റിനടുത്തേക്ക് പോയിട്ടുണ്ട്. ഓ, രാവിലെ അവിടെ പോയി നിൽക്കുവാണോ? ദേ മനുഷ്യ, മഞ്ഞു കൊള്ളാതെ കേറി വരുന്നുണ്ടോ? കാപ്പി എടുക്കട്ടെ അച്ചാമ്മച്ചി? കുഞ്ഞമ്മേ, എന്താ ഇന്ന് താമസിച്ചത്? 2-3 ദിവസമായി അവറാച്ചനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ആ വടക്കേത്തിലെ അപ്പച്ചൻ മാത്രമാ ഇപ്പോ പറമ്പിലുള്ളത്. അച്ചാമ്മച്ചി, അതിയാന് പനിയാ. 2 ദിവസമായി പുറത്തിറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ വന്നേനെ. പനിയാന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാ മതിയല്ലോ, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. ഞങ്ങൾ ഇവിടത്തേക്ക് അങ്ങനെ ചെയ്യുമോ അച്ചാമ്മച്ചി? ഓ, അച്ചാമ്മച്ചി, വൈകിട്ട് എനിക്കൊരു 500 രൂപ തരണേ. അടുത്ത മാസ ശമ്പളത്തിന്ന് പിടിച്ചോ. ആസ്പത്രിയിലൊന്ന് പോവാനാ. അതിനൊന്നും ഒരു കുറവുമില്ല. എല്ലാവർക്കും കാശ് മതി. ശമ്പളത്തിനെ പിടിക്കാനൊന്നും ഇല്ല. കൊറേ ഉണ്ടല്ലോ തരാന്. തരാ അച്ചാമ്മച്ചി. മകനൊന്നും അയച്ചു തരുന്നില്ലയോടി? ഓ, അവന് വല്ലതും തരണമെങ്കിൽ അവളുടെ സമ്മതം മേടിക്കണം. കുറെയായി ഞങ്ങളൊന്നും ചോദിക്കാറില്ല. ആ, സാരമില്ല. വൈകിട്ട് പോകുമ്പോ ഓർത്ത് വാങ്ങിച്ചോ. വലിയ ഉപകാരം. ഓ, പാലും കൊണ്ട് മണിയമ്മ വരുന്ന നേരം കണ്ടില്ലേ? എന്നാ പിന്നെ ഉച്ചയായിട്ട് നിനക്ക് വന്നാ മതിയായിരുന്നല്ലോ. നാളെ നേരത്തെ വരാം അമ്മച്ചി. പാല് മുഴുവൻ വെള്ളമാ മണിയമ്മേ, കളിപ്പീര്. പോട്ടെ, എന്നാ നേരത്തും കാലത്തും വരുമോ? അതും ഇല്ല. 1-ാം തീയതി ആകുമ്പോ കൃത്യം കാശ് വേണം. ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാ. ഞാൻ ഇവിടത്തേക്ക് അങ്ങനെ ചെയ്യൂ അമ്മച്ചി? കുഞ്ഞമ്മേ, ആ പാലങ്ങ് മേടിച്ചോ. മണിയമ്മോ, നീ വല്ലതും കഴിച്ചതാണോ രാവിലെ? ഇല്ലെങ്കി അപ്പുറത്തേക്ക് ചെല്ല്. കുഞ്ഞമ്മോ, കാപ്പിയെടുത്തോ? എടുക്കൂ അച്ചാമ്മച്ചി. ഓ, എത്ര നേരമായി. അരിയിട്ടോ കുഞ്ഞമ്മേ? കുഞ്ഞമ്മേ, അരിയിട്ടോന്ന്? ഓ, ഇല്ല. എന്തെല്ലാം പണികൾ ഞാൻ ചെയ്യണം. വീട്ടിൽ അടുക്കളയിൽ ആളുണ്ട്, പറമ്പിലെ പണിക്ക് ആളുണ്ട്. എന്നാ എന്തേലും ഗുണമുണ്ടോ? എവിടെ എന്റെ കൈ ചെല്ലണം. പണി ചെയ്ത് ചെയ്ത് എന്റെ കൈക്കും കാലിനും ഒക്കെ അങ്ങ് വേദനയാ. ഓ, മരുമോള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എടി മഞ്ജു, നേരം വെളുത്തടി കൊച്ചേ, ഒന്ന് എഴുന്നേൽക്ക്. പെന്നിച്ചാൻ ഓടിയിട്ട് വന്നോ അമ്മച്ചി? ആ, എനിക്കറിയാൻ പാടില്ല. വന്നില്ലാന്ന് തോന്നുന്നു. എന്നാ വന്നിട്ട് എഴുന്നേക്കാം. ഓ, അവിടെ കിടന്നോ. ദേ, ചൂട് പോകും മുമ്പ് ഇതങ്ങ് കുടിച്ചേ. കുരുമുളകെല്ലാം പഴുത്ത് താഴെ വീണ് പോവുക. അപ്പച്ചനും അവറാച്ചനും എല്ലാവരും പറമ്പിൽ പണിയുന്നുണ്ട്. എന്തേലും കാര്യമുണ്ടോ? അതുമില്ല. ഒരു കാര്യ സമയത്ത് ചെയ്യില്ല. കുരുമുളക് വീണ് കിടക്കുന്നത് കാണാൻ പോയതല്ലേ? അതും ഈ അതിരാവിലെ. ഈ മനസ്സ് അത് എനിക്കറിയരുതോ? രാവിലെ പോസ്റ്റ്മാൻ ആശം വരുന്നത് ഒന്ന് നോക്കി. അവന്റെ വല്ല എഴുത്തും വന്നെങ്കിലോ? എഴുത്തുണ്ടെങ്കി ആശാനിങ് എത്തിച്ചോളും. അതിനെന്നും അവിടെ പോയി നോക്കി നിക്കണോ? അവൻ വരുമടി. അവൻ തിരിച്ചു വരും. എന്റെ മനസ്സ് പറയുന്നു. ഒരിക്കൽ അവന് നമ്മുടെ സ്നേഹം മനസ്സിലാവും. അവനുള്ള വീതം എഴുതി മേടിച്ചു പോകുമ്പോൾ ഒന്നും നശിപ്പിച്ചു കളയുമെന്ന് കരുതിയില്ല. ഒരു വാക്ക് ചോദിക്കാതെ സകലവും അവൻ നശിപ്പിച്ചു. മക്കളെ എടുത്ത് തലയിൽ വെക്കുമ്പോ ഓർക്കണമായിരുന്നു. നീ എന്താ അന്ന് പറഞ്ഞത്? എന്റെ മോൻ ആരേലും കൊന്നിട്ട് വന്നാൽ കൂടി ഞാൻ എന്റെ മോനെ സപ്പോർട്ട് ചെയ്യുമെന്ന്. നടന്നില്ലേ? അവനെല്ലാം നശിപ്പിച്ചില്ലേ? അതുകൊള്ളാം. ഇനി രാവിലെ എന്നോട് തുടങ്ങിക്കോ. ഞാൻ എന്നാ ചെയ്തെന്നാ? 1 വർഷം മുമ്പത്തെ കോലാഹലം മറന്നോ? എഴുതി കൊടുത്തില്ലെങ്കിൽ കാണാമായിരുന്നു. അവൻ നിങ്ങളെ കൊന്നേനെ.
ചോദിക്കുമ്പോ പൈസ കണക്ക് പറഞ്ഞു കൊണ്ടുപോകും. കൊടുത്തില്ലെങ്കിൽ നിനക്കറിയാലോ, ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാം എന്റെ തെറ്റാ. ഒന്നും എനിക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നും മിച്ചം വെച്ചും ഞാൻ ഉണ്ടാക്കിയതാ ഇതെല്ലാം. ആർക്കും മനസ്സിലാവില്ല. നിങ്ങളുടെ മരുമോള് അവിടെ കിടപ്പുണ്ട്. ദാരിദ്ര്യം പറയുന്നത് അവള് കേക്കണ്ട. ആഹാ, കൊച്ചി ഇതുവരെ എഴുന്നേറ്റില്ലേ? കൊച്ച് ഞാനൊന്നും പറയുന്നില്ല. അവിടെ സമയം ആയി വരുന്നതേ ഉള്ളൂ. ഒന്നും പറയാൻ നിൽക്കണ്ട. എന്തു പറഞ്ഞാലും കുറ്റം നമുക്കായിരിക്കും. നമ്മൾ പ്രായമുള്ളവരല്ലേ. ഞാനൊന്നും പറയുന്നില്ലേ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അടുത്തവനും വീതം വാങ്ങി പോകണ്ട. ഞാൻ ഈ മൂലയിൽ അട്ടങ്ങിയിരുന്നോളാം. അച്ചായോ? ഹാ, സിബിയോ? 2-3 ദിവസമായിട്ട് കാണാനില്ലായിരുന്നല്ലോ. എത്ര ദിവസമായി റബ്ബർ വെട്ടിയിട്ട്? മഴയല്ലേ അച്ചായ, എങ്ങനെ വെട്ടാനാ? പിന്നെ ഷീറ്റാക്കിയിട്ട് ഇപ്പൊ പഴയ പോലെ വിലയുമില്ലെന്നേ. എന്തായാലും നീയും കുറച്ചുഴപ്പാ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ എന്റെ അച്ചായ. എന്താ സിബി, നീ ആരെയാ നോക്കുന്നേ? അച്ചായ, അച്ചാമ്മച്ചി എന്തിയേ? എടി ആച്ചേ, ദേ സിബി വിളിക്കുന്നു. എടാ സിബി, നീ ഇതെവിടെയാ? 2-3 ദിവസമായിട്ട് വെട്ടൊന്നുമില്ലല്ലോ. ഷീറ്റും വളരെ കുറവാണല്ലോടാ. മഴയായതുകൊണ്ടല്ലേ എന്റെ അച്ചാമ്മച്ചി. എങ്ങനെ ഞാനത് വെട്ടാനാ? നാളെ രാവിലെ ഞാനിങ് എത്തിയേക്കാവുന്നേ. ഓ, നിങ്ങളൊക്കെ വന്നെന്ന് പറയാം. അച്ചാമ്മച്ചി, എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. അടുത്ത മാസം ശമ്പളത്തിൽ നിന്ന് അങ്ങ് കുറച്ചാ മതി. ഇതിന് മാത്രം ഒരു മുടക്കവും ഇല്ല. നീ ഇതെത്രയാ എന്റെ കയ്യിൽ നിന്നും പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുള്ളതെന്ന് വല്ല അറിവുമുണ്ടോ? എല്ലാം കൂടി അടുത്ത മാസം ഞാനങ്ങ് തന്നേക്കാം എന്റെ അച്ചാമ്മച്ചി. ഇപ്പൊ 1000 താ. വാടക കൊടുത്ത് ഞാനങ്ങ് മടുക്കുവാ എന്റെ അച്ചാമ്മച്ചി. എടാ സിബി, ഓ, കിഴക്കേ പറമ്പിന്റെ റോഡിനോട് ചേർന്ന് ഞാനൊരു 10 സെന്റ് സ്ഥലം തരാം. നീ അവിടെ ഒരു വീട് വെക്ക്. 10 സെന്റ് സ്ഥലമെന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് അച്ചായ, ഞാൻ അത്രയും പണമൊക്കെ എവിടുന്നുണ്ടാക്കാനാ? പണം അച്ചായൻ ചോദിച്ചില്ലല്ലോ. ആ സിബി, നീ അവിടെ നിക്ക്. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. ഒക്കെ ശരിയാവും. നീ അവിടെ ഒരു വീട് വെക്ക്. അടുത്ത മാസം തിരികെ തന്നേക്കണം. തന്നേക്കാ അച്ചാമ്മച്ചി. എടി ആച്ചേ, അവൻ ഈ പണമൊന്നും തിരികെ തരില്ലടി. അറിയാ അച്ചായ, പാവം, നല്ല കഷ്ടപ്പാടാ. ഹാ, നമ്മുടെ ഓട്ടക്കാരൻ മോൻ വരുന്നുണ്ടല്ലോ. എടി മഞ്ജു, കാപ്പി എടുക്ക്. അമ്മേ, അപ്പനൊന്നും ഗേറ്റിനടുക്ക പോയി നിൽപ്പായിരുന്നോ? ഓ, അത് പതിവുള്ളതല്ലേ. എന്നിട്ട് പോസ്റ്റ്മാൻ ആശാനെ കണ്ടോ? അവന്റെ ലെറ്റർ വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ? ആശാനും ഇല്ല, എഴുത്തും ഇല്ല. 24 മണിക്കൂറും വെള്ളമടിച്ചു ബോധമില്ലാതെ നടക്കുന്നവൻ എവിടെ തിരിച്ചു വരാൻ? എന്താണെങ്കിലും എനിക്ക് വിശ്വാസമാ, എല്ലാം ശരിയാവും. ഒരു ദിവസം അവൻ തിരികെ വരും. അപ്പനോടൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കാൻ? കാപ്പിക്ക് പഞ്ചസാര വേണോ ബെന്നിച്ച? വേണ്ട, നന്നായി പാല് ചേർത്തോ. പഞ്ചസാര വേണ്ട. ഇന്നാ ബെന്നിച്ച കാപ്പി. ഇനി കുറച്ചുകൂടെ നേരത്തെ എണ്ണീറ്റ് ഓടണം, എങ്കിലേ സ്ലിം ആവും. പിന്നെ ഷുഗർ എല്ലാം കുറയണ്ടേ? പിന്നെ നല്ല കോലം. അമ്മച്ചിക്ക് കുശുമ്പ. ബെന്നിച്ച മൈൻഡ് ചെയ്യണ്ട, ശരിക്കും ഓടണം. ഡോക്ടർ 10 കിലോ കുറിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാവൂന്ന് പറഞ്ഞിട്ടില്ലേ? അത് മറന്നു പോണ്ട. ഒരു വായന. രാവിലെ ഓടാൻ പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ കുറയുന്നുണ്ട്. ഷുഗർ അങ്ങോട്ട് കൺട്രോൾ ആവുന്നില്ല. കൊളസ്ട്രോൾ കൂടി കൺട്രോൾ ആയാൽ ഞാൻ പറയാം. ഈ വയർ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അത് ഗ്യാസ് ആന്നേ, അത് ശരിയാവും. വയറൊട്ടും.
ഒട്ടും ഒട്ടും. വീട്ടിൽ പപ്പയ്ക്കും ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. പപ്പ പറഞ്ഞിട്ടാ ബെന്നിച്ചാൻ ഇപ്പൊ നടക്കാൻ പോകുന്നേ. നടക്കാൻ തുടങ്ങിയ പിന്നെ ഇപ്പൊ നല്ല കുറവുണ്ട്. ഉണ്ടോ? പിന്നെ നല്ല കുറവുണ്ട്. എനിക്കറിയരുതോ? ബെന്നിച്ചാൻ പോയി കുളിക്ക്. റേഷൻ കടയിൽ നിന്ന് നേരത്തെ ചെല്ലണ്ടേ? പമ്പിലും ഒന്ന് കേറണം. ഓ, ഞാനത് മറന്നു. ഇന്ന് അരി വരുന്ന ദിവസം ഒന്ന് വേഗം വാടി. അവന്റെ ഒരു പപ്പ. കുറച്ച് കാശിന് ആവശ്യമുണ്ട്. എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം? അമ്മായിയപ്പനും ഞാനും കൂടി പുതിയൊരു ബിസിനസ് ചെയ്യാനൊരു പ്ലാൻ. അത്യാവശ്യം പണം മഞ്ജുവിന്റെ പപ്പയുടെ കയ്യിലുണ്ട്. ബാക്കി വേണ്ടി വരും. ഔസേപ്പിന്റെ കൂടെ കൂടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണം. പുണ്യാളന്റെ പേരേ ഉള്ളു, മൊത്ത ഉടായിപ്പ. അപ്പനല്ലെങ്കിൽ തന്നെ ആരെയാ വിശ്വാസം? നമുക്ക് തടിവിലിന്റെ താഴെയുള്ള കിഴക്കേപ്പറമ്പ് അങ്ങ് വിറ്റാലോ? അതിനുള്ള ആള് അമ്മായിയപ്പന്റെ കയ്യിലുണ്ട്. നമുക്ക് ആലോചിക്കാം. ഞാനും പപ്പയും നന്നായി ആലോചിച്ചു തന്നെ തീരുമാനിച്ചത്. ആലോചിക്കാതെ ചെയ്യുന്നത് മുഴുവൻ അപ്പനാ. എനിക്കെന്തായാലും അത് വിറ്റേ തീരൂ. എന്താണ് അപ്പനും മകനും കൂടി? അവനിപ്പോ കിഴക്കേ പറമ്പ് വിൽക്കണം. എന്ത്? ആ തടിമിലിന്റെ താഴെയുള്ള സ്ഥലമോ? അത് മുഴുവൻ റബ്ബറല്ലേ? ആച്ചേ, അവന്റെ പേരിൽ ഒന്ന് എഴുതി കൊടുക്കാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഓരോന്നായി അവനും വിറ്റേനെ. എന്താണ് ഇത്ര അത്യാവശ്യം? അവന്റെ അമ്മായിയപ്പന് പുതിയ ബിസിനസ് തുടങ്ങണം പോലും. അതിൽ നിന്നും 10 സെന്റ് വെട്ടുകാരൻ സിബിക്ക് കൊടുക്കാമെന്ന് അച്ഛൻ സിബിയോട് പറഞ്ഞില്ലേ? അപ്പോ അതോ? അറിയില്ല അച്ഛേ, എന്തെങ്കിലും വഴിയുണ്ടാകും. പാവം സിബി, അവനോടിനി എന്ത് പറയും? എടാ, ഇവിടെ കേറിവാ. എന്താ സാറേ? ഇപ്പൊ സമയം എത്രയാടാ? നിനക്ക് മാത്രം ഇതുവരെ നേരം വെളുത്തില്ലേ? നിന്നോട് ഞാൻ ഇങ്ങനെ പത്രം വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ സാറേ, ഈ ഞങ്ങൾ പത്രക്കാരുടെ ഒരു പൊതു സ്വഭാവ, വലിച്ചേ എറിയൂ. ഇതെന്താണ് 2 പേപ്പർ? ഒരു മലയാളം, മറ്റേത് ഇംഗ്ലീഷ്. ഇവിടെ മലയാളം മതി. ഇത് ഇവിടത്തെ മഞ്ജു ചേച്ചിക്ക് വേണ്ടിയാ. ബെന്നി സാർ പ്രത്യേകം പറഞ്ഞതാ ഓഫീസിൽ വന്ന്. ഇവിടുള്ളവർ മലയാളം വായിച്ചാ മതി. എടുത്തോണ്ട് പോടാ ഇംഗ്ലീഷ്. എന്താടാ ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പത്രം ഇട്ടാ മതിയെന്ന് സാറ് പറയുന്നു. എങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് മാത്രം ഇട്ടാ മതി. മോളെ, അത്യാവശ്യമാണെങ്കിൽ ആയിക്കോ. വെറുതെ കാശ് കളയണ്ട എന്ന് ഓർത്തു. സ്വത്തിന്റെ പകുതിയൊന്നും അല്ലല്ലോ. ഒരു ന്യൂസ് പേപ്പർ അല്ലേ? എവിടെയാടാ ന്യൂസ് പേപ്പർ? ഇന്നാ പേപ്പർ. ഞാൻ സാറിനോട് ആകുന്നത് പറഞ്ഞതാ. ആര് കേക്കാൻ? ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാ നീ ചെല്ല്. നാളെ മുതൽ 2 പത്രം ഇട്ടേക്കണം. ഓ, ആയിക്കോട്ടെ ചേച്ചി. പോട്ടെ സാറേ. അപ്പനോട് വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം പറയാം. ഇവിടെ കിടന്ന അമ്മച്ചിയോടും കുഞ്ഞമ്മച്ചിയോടും മോനോടും ഒക്കെ കിടന്ന് ചാടുന്ന പോലെ എന്നോട് കിടന്ന് ചാടാൻ വരണ്ട. എന്നെ പേടിപ്പിക്കാനും വരണ്ട. ഇതിലും കാശുള്ള വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ നടക്കാൻ എന്നെ കിട്ടത്തില്ല. മോളെ, മോള്, ഞാനൊരു പത്രം വരുത്തിയപ്പം അത് വേണ്ടെന്ന് പറയാൻ അപ്പനാരാ? നല്ല സ്ത്രീധനം തന്നു തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിങ്ങളുടെ സ്വത്തൊന്നും ചോദിച്ചില്ലല്ലോ. ഉള്ളതും വെച്ച് ഒരുത്തന് ഇവിടുന്ന് പോയില്ലേ? ഇതൊന്നും അവന്റെ അടുത്ത് കണ്ടില്ലല്ലോ. ആ പേപ്പർ ഇങ്ങ് തന്നെ, ഓടിച്ചു നോക്കിയിട്ട് തരാം. എന്നിട്ട് അപ്പം വായിച്ചാ മതി. പേടിച്ചിട്ടല്ല മോളെ. ഈ വീട്ടിൽ ഒരലോഹ്യം വേണ്ടല്ലോ, അതും ഞാൻ കാരണം എന്നോർത്ത് ക്ഷമിക്കുക. അപ്പച്ചോ, അപ്പച്ചോ, പുഴുക്കും കാപ്പിയും ആയിട്ടുണ്ട് കേട്ടോ. വേഗം വാ. ആ, സുന്ദരനായിട്ടുണ്ടല്ലോ. ശരിക്കും? എന്നാലും ആ വയറ് കുറയ്ക്കണം. ആശാനെ, ആശാനെ, എഴുത്തു വല്ലതും ഉണ്ടോ? ഇല്ല മോളെ, ഞാനൊന്ന് എഴുതിയിട്ടാ മതിയോ? ഒന്ന് പോ ആശാനെ. ഇങ്ങോട്ടുള്ള എഴുത്തുകൾ എന്നെ തന്നെ ഏൽപ്പിക്കണം. ആശാന ഞാൻ നേരിട്ട് കണ്ടോളാം. അതെനിക്കറിയരുതോ? പോട്ടെ മോനെ. എടി മഞ്ജു, ഞാൻ ഇറങ്ങട്ടെ. ശരിക്കും താമസിച്ചു.
മോളെ, ബെന്നിക്കുഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാൻ കാണുമോ? അറിയില്ല, വെളുപ്പിനെ വന്ന് കിടന്നതാ. ഇനി പുറത്തേക്ക് പോകുമോ അതോ കഴിക്കാൻ നിൽക്കുമോ ഒന്നും എനിക്കറിയില്ല. അല്ല കുഞ്ഞേ, ഇറച്ചി എടുത്ത് കറി വെക്കണോന്ന് അറിയാനാ. ബെന്നിക്കുഞ്ഞ് ഉച്ചയ്ക്കുണ്ടെങ്കി എടുത്താ മതിയെന്ന് അച്ചാമ്മച്ചി പറഞ്ഞു. അതെന്താ, ബെന്നിക്ക് മാത്രമേ ഇറച്ചി ഇറങ്ങത്തുള്ളോ? കുഞ്ഞമ്മച്ചി പോയി ഇറച്ചി എടുത്ത് കറി വെക്ക്. 2 കഷ്ണം മീനും എടുത്ത് വറുത്തോ. ഞാനേ മീനും ഇറച്ചിയും കഴിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. അതല്ല മോളെ, നോയമ്പല്ലേ. അച്ചായനും അച്ചാമ്മച്ചിയും പച്ചക്കറിയല്ലേ കഴിക്കൂ, അതുകൊണ്ട് പറഞ്ഞതാ. അവർ പച്ചക്കറി കഴിക്കട്ടെ, പക്ഷേ ഞാൻ ഇറച്ചി മീനും എല്ലാം കഴിക്കും. കുഞ്ഞമ്മച്ചി ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ശമ്പളം തരുന്നതേ ബെന്നിച്ചാനാ. ആയിക്കോട്ടെ മോളെ. കുഞ്ഞമ്മച്ചി ശമ്പളത്തിന് മാത്രമല്ല ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഈ വീട്ടിൽ വരുമ്പോ ബെന്നിക്കുഞ്ഞിന് വയസ്സ് 1. ഒരംഗത്തെ പോലെയാ ഞാനിവിടെ. അച്ചാമ്മച്ചി ദേഷ്യപ്പെടും, പക്ഷെ ആ മനസ്സിലൊരു നന്മയുണ്ട്, അത് കാണാൻ കഴിയണം. ഓ, കുഞ്ഞമ്മച്ചിയുടെ മോനെവിടാ? ഡൽഹിയിലാ മോളെ. അവനവിടെ ബാങ്കിലാ. അവൾക്കും നല്ല ജോലിയാണ്. മോൻ നന്നായി പഠിച്ചു അല്ലേ? കുറെ പൈസ ചെലവായി കാണുമല്ലോ. അതേ കുഞ്ഞേ, എല്ലാം ഇവിടുത്തെ അച്ചാമ്മച്ചിയുടെ നന്മയാ. അച്ചാമ്മച്ചിയാണ് അവന് പഠിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തത്. മരിച്ചാലും മറക്കാൻ പറ്റില്ല എനിക്ക്. അച്ചാമ്മച്ചി ഇവിടെ ഉള്ളവരെ മയക്കി കാര്യങ്ങളെല്ലാം നേടുന്നുണ്ടല്ലോ. ഒറ്റ പൈസ ചെലവില്ലാതെ മോനെ പഠിപ്പിച്ച് കേന്ദ്രത്തിലും എത്തിച്ചു. എന്നിട്ട് എന്റെ നേരെ നിന്ന് പ്രസംഗിക്കുന്നു. ഞാൻ ആരോടും ഒന്നും പ്രസംഗിച്ചില്ല. മനസ്സിലെ വിഷമം പറഞ്ഞൂന്ന് മാത്രം. തർക്കുത്തരം പറയുന്നോ? വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി, അല്ലാതെ തലേ കയറാൻ വരണ്ട. എല്ലാത്തിനും എനിക്കറിയാം. അടുക്കളയിൽ പോയവല്ലോ ജോലി ചെയ്. മഞ്ജുകുഞ്ഞേ. ആ, റെപ്പായി ചേട്ടനോ? പോയ കാര്യം എന്തായി? അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു കുഞ്ഞേ. ഇനി അടുത്ത കാലത്ത് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. പറ റെപ്പായി ചേട്ടാ. ഞാൻ കുറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. അവൻ ഇപ്പോഴും ജയിലിൽ തന്നെ. അവൻ ഈ ജന്മം രക്ഷപ്പെടില്ല. ഒന്ന് തെളിച്ച് പറ ചേട്ടാ. അമ്മായപ്പം വരും മുമ്പ് ഞാൻ ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയട്ടെ. ഇവിടെ നിന്നും വീതം കിട്ടി വിറ്റ കാശ് കൊണ്ട് അവൻ എറണാകുളത്തായിരുന്നു. എന്തൊക്കെയോ ബിസിനസ്സുകൾ ചെയ്തു. കിട്ടിയതു മുഴുവൻ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നശിപ്പിച്ചു. പിന്നെ തിരുവനന്തപുരത്തായിരുന്നു. ഇഷ്ടം പോലെ കൂട്ടുകാരല്ലേ, ആരും പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഒരു നേരവും വെളിവുമില്ല. ആരൊക്കെ കടം ചോദിച്ചാലും അവർക്കൊക്കെ വാരി കോരി കൊടുത്തു. സകലതും നശിപ്പിച്ചു. ഓ, ഞങ്ങളിതൊക്കെ അറിഞ്ഞതാ. ജയിലിലെ കഥ എന്താ? അവനാരെയും കൊന്നോ? ഇടയ്ക്ക് കേറാതെ ഒരു രസം പിടിച്ചു വരുമായിരുന്നു. റപ്പായി ചേട്ടൻ പറ. കൂടെ കൂടിയവരെല്ലാം ശരിക്കും കളിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്നപ്പോൾ ഇടയ്ക്ക് നമ്മുടെ അച്ഛനെ കാണാൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല, പറഞ്ഞു കേട്ടതാ. അച്ഛനെയോ? എന്തിന്? പൈസക്കായിരിക്കും. അച്ഛന് പിന്നെ വല്ലാത്ത അലിവാണല്ലോ. അന്ന് അച്ഛൻ ആരോ വിളിച്ചു പറഞ്ഞ് അങ്കമാലിയിലുള്ള നമ്മുടെ പള്ളിയില് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തു. അച്ഛൻ ആള് കൊള്ളാലോ, ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. എവിടെന്ന് കിട്ടി ഈ വിവരം? അത് രഹസ്യമാ. അച്ഛനും കൈക്കാരന്മാരും സെക്രട്ടറിയും കൂടിയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അച്ഛൻ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ റപ്പായി ചേട്ടൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ അറിയുന്നു. 6 മാസം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അച്ഛനെ വിളിക്കുമായിരുന്നു. പക്ഷേ പിന്നെയും കുടി തുടങ്ങി. അവിടെ നിന്നും പറഞ്ഞു വിട്ടു. കർത്താവേ, നീ വലിയവനാ. അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ നന്നായി പോയനെ. തക്ക സമയത്ത് നീ അവനെ അവിടുന്ന് മാറ്റിയല്ലോ. പിന്നെ എങ്ങനെ ജയിലിൽ പോയി? രസം കളയാതെ റപ്പായി ചേട്ടൻ പറ. അവിടെ നിന്നും പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ കോട്ടയം ടൗണിലുള്ള ഏതോ ബാറിലായിരുന്നു ജോലി എന്ന് കേട്ടു. പിന്നീട് അച്ഛനെ വിളിച്ചിട്ടില്ല. അത് നന്നായി. പിന്നെ കുടിക്കാൻ സ്ഥലം തപ്പി നടക്കണ്ടല്ലോ. അവിടെയും പ്രശ്നമായി കുഞ്ഞെ. കുടിച്ചിട്ട് വഴക്കും പ്രശ്നങ്ങളും. അവിടെ കിടന്ന ഉന്തും തള്ളുമായി കയ്യിലിരുന്ന കുപ്പി പൊട്ടിച്ച് വെച്ചങ്ങ് കാച്ചി. അയാളുടെ ഭാഗ്യം, അയാൾ ചത്തില്ല. അന്ന് ജയിലിൽ കയറിയതാ. കർത്താവേ, നീ വലിയവനാ.
അവനെ നീ അവിടെ തന്നെ കാത്തോണേ. എന്തായിരുന്നു അവന്റെ അഹങ്കാരം? എവിടെന്ന് കിട്ടി ഈ വിവരം? അച്ഛനെ ആരോ വിളിച്ചു പറഞ്ഞതാ. എന്നെ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം രഹസ്യമായി പറഞ്ഞതാ. കഷ്ടം. ഇവിടെ കുഞ്ഞമ്മച്ചിയും അമ്മിണിയും മണിയമ്മയും എല്ലാം 3-4 നേരമാ കഴിക്കുന്നത്. രാജകുമാരനെ പോലെ ജീവിക്കേണ്ടവൻ ജയിലിലും. അനുഭവിക്കട്ടെ. നിങ്ങളുടെ അപ്പൻ എന്തോ ഒരു അലിവായിരുന്നു. വീതം വെച്ചപ്പോൾ കണ്ണായ സ്ഥലങ്ങളല്ലേ കൊടുത്തത്. അനുഭവിക്കട്ടെ. അവനിനി തിരിച്ചു വരുമോ റപ്പായി ചേട്ടാ? എവിടെ നിന്ന്? ജയിൽ ശിക്ഷ കഴിഞ്ഞാലോ ആരെങ്കിലും ജോലി കൊടുക്കുമോ പേടിച്ചിട്ട്? അവനിങ്ങനെ കള്ളും കുടിച്ചും ചീട്ടും കളിച്ചും നടന്നോളും. പാവയ്യ റെപ്പായെ ഇടയ്ക്കൊന്ന് ഓർത്തോണേ മക്കളെ. ഓ, ബെന്നിച്ചാൻ അതൊന്നും ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ലെന്നേ. എല്ലാം അപ്പന്റെ പേരിലാ. മോനെ ബെന്നി, വാങ്ങണം. ജീവൻ കൊടുത്തും സകലവും കുഞ്ഞിന്റെ പേരിലാക്കണം. എത്ര നാളായി ഞാനിത് അപ്പനോട് പറയുന്നു, ഇതുപോലൊരപ്പൻ. ഓ എടി പിശാചി, ആ ഫോണിങ്ങെടുക്കടി. അതിന് നിങ്ങൾ കിടന്ന് തുള്ളുന്ന എന്തിനാ? ആ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. മില്ലിൽ നിന്നും അവറാച്ചൻ ചേട്ടനാ. തടിയുടെ ലോടെത്തിയോ? പോലീസ് ഒന്നുമില്ലല്ലോ. താനാ ഗോഡൌൺ തുറന്ന് അവിടെ ഇറക്ക്, ഞാനെത്തി. റെപ്പായി ചേട്ടാ വൈകിട്ട് കാണാം. കാണണം, മറന്നു പോകരുത്. റെപ്പായി ചേട്ടാ, ഇനി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. സാം ഒരു കാരണവശാലും ഇവിടെ എത്തരുത്. കുഞ്ഞു പേടിക്കണ്ട, അവനിനി വരാനൊന്നും പോകുന്നില്ല. ഞാൻ വിവരങ്ങൾ അറിഞ്ഞോളാം. ആച്ചേ, എടി ആച്ചേ, എന്നെ വിളിച്ചോ? നമ്മുടെ കിഴക്കേ പറമ്പിന്റെ ആധാരം ഞാൻ ആ മേശപ്പുറത്ത് വെച്ചു. ഇങ്ങടുത്തേ. സിബിയോട് പണി കഴിഞ്ഞ് അച്ഛന്റെ മേടയിലേക്ക് വരാൻ പറയണം. ഞാൻ അവിടെ ഉണ്ടാവും. രാവിലെ ഞാൻ ഓർപ്പിച്ചിരുന്നു. ഹ റപ്പായി, തന്നെ ഇപ്പോ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. കാണണ്ടവരെയെല്ലാം വൈകുന്നേരം ടൗണിൽ വെച്ച് കാണുന്നുണ്ടല്ലോ. അതെന്താ അച്ചാമ്മച്ചി അങ്ങനെ പറഞ്ഞത്? ഇവിടുത്തെ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. അപ്പച്ച, കിഴക്കേ പറമ്പിൽ ആധാരം എന്തിനാ? അത് കൊടുക്കുവാണോ? ബെന്നിച്ചാൻ എന്നോട് പറഞ്ഞിരുന്നു. അല്ല മോളെ, നമ്മുടെ വെട്ടുകാരൻ സിബിക്ക് 10 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വീട് വെക്കാൻ പറ്റുമല്ലോ. അപ്പൻ ആരോട് ചോദിച്ചു? ബെന്നിച്ചാൻ സമ്മതിക്കില്ല. മോളെ, ഒരു 10 സെന്റ് കൊടുത്തുകൊണ്ട് നമുക്കൊന്നും കുറഞ്ഞു പോകില്ല. അവൻ എത്ര നാളായി വാടക വീട്ടിൽ കഴിയുന്നു. ഉള്ളതെല്ലാം കണ്ട റബ്ബർ വെട്ടുകാരനും വേലക്കാർക്കും എടുത്തു കൊടുക്കും. എന്തൊരപ്പനായത്! പാവ എന്റെ ബെന്നിച്ചാന് കിട്ടേണ്ടത് ഇതെല്ലാം. ഞാനിത് സമ്മതിക്കില്ല, നോക്കിക്കോ. എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. ഞാൻ പട്ടിണി കിടന്നും മിച്ചം വെച്ചും ഉണ്ടാക്കിയതായി കാണുന്നതെല്ലാം. എനിക്കാരുടെയും സമ്മതം വേണ്ട. കാര്യമാക്കണ്ട. അച്ചായൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് അച്ഛൻ ഇഷ്ടം പോലെ ചെയ്യാം. ഈ പാവം റെപ്പായെ ഒന്ന് ഓർത്തോണേ. അച്ചായ, സാമിന്റെ വിവരം വല്ലതും? അവൻ വരുമടോ. എന്നെങ്കിലും എന്റെ മോൻ തിരികെ വരും. ആരും ഇറക്കി വിട്ടതല്ലല്ലോ, ഒക്കെ അവന്റെ ഇഷ്ടം. ഞാൻ ഇതെല്ലാം കേൾക്കാനും കാണാനും. എന്ത് ചെയ്യാൻ അറപ്പായി? വിഷമിക്കണ്ട അച്ചാമ്മച്ചി, എല്ലാം ശരിയാകും. സാം തിരികെ വരും. എന്റെ റപ്പായി, ബെന്നിക്ക് കാര്യം പറയുന്നത് തന്നെ ദേഷ്യമാ. അവന് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉള്ളതല്ലേ. ഇതിയാനോട് ഇതൊന്നും പറഞ്ഞ ഒട്ടും മനസ്സിലാവുകയുമില്ല. മനസ്സിലാകും, എല്ലാവരെയും മനസ്സിലാവുന്നുണ്ട്. എത്ര നശിച്ചവനായാലും അതും നിന്റെ മോൻ തന്നെയല്ലേ? എന്റെ അച്ചാമ്മച്ചി, 99 അടിച്ചു കൂട്ടി കേട്ടിട്ട് കർത്താവ് കുരുത്തം കെട്ട ഒരാടിനെ തേടി പോയ കഥ വായിച്ചിട്ടില്ലയോ? ഓ, വായിക്കാനൊക്കെ എളുപ്പമാ. അന്നത്തെ കാലമാണോ ഇന്ന്? ഇന്നിപ്പോ കള്ളും കുടിച്ച് വെളിവില്ലാതെ നടക്കുന്നവനെ തേടി പോകാൻ അവന് കഴിയുമോ? അവന് കുറച്ചില്ലല്ലേ. ഒന്നുമില്ലെങ്കിലും മഞ്ജുവിന്റെ വീട്ടുകാര് എന്ത് വിചാരിക്കും? അച്ചാമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട്. എന്നാലും ബെന്നിക്ക് സാമിനോട് ദേഷ്യമൊന്നുമില്ല. എല്ലാം
എന്റെ വിധി. ആച്ചേ, നീ ഒന്നും മിണ്ടാതിരി. എടോ റപ്പായി, താൻ വാ, ഞാൻ പള്ളിയിലോട്ടാ. അച്ഛനെ ഒന്ന് കാണണം. ഓ, അങ്ങോട്ട് പോയി ഇനി അച്ഛനെ കാണാത്ത കുഴപ്പമേ ഉള്ളൂ. എനിക്ക് പുള്ളി അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല. താനുമായിട്ട് എന്താ പ്രശ്നം? ഓ, ഒന്നാമത് എപ്പോ നോക്കിയാലും പ്രാർത്ഥനയാ. ഞാൻ എപ്പോഴും പള്ളിമുറ്റത്തുണ്ടാവണം. മദ്യപിക്കാൻ പാടില്ല, പള്ളിമുറ്റത്ത് ബീഡി വലിക്കാൻ പാടില്ല എന്നു വേണ്ട 100,000 നിയമങ്ങളാ. നമുക്ക് വലിയ കിട്ടപ്പോരുമില്ല. ഓ, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. തനിക്കിതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? താനൊരു കപ്പ്യാരല്ലേ. വാ, അച്ഛനെ കാണാം. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, പീലിച്ചാനൊന്നും കേട്ടിട്ടുമില്ല. അച്ചാമ്മച്ചി, ഇറങ്ങുവാ. അപ്പോൾ സുബോധം വന്നിട്ടവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല. നിന്റെ കൂലിക്കാരനെ പോലെ ആക്കേണമേ എന്ന് പറയും. എപ്പോ പ്രാർത്ഥിച്ചാലും അതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകും. പിന്നെ എങ്ങനെ ശരിയാകാനാ? മുടിയനായ പുത്രനെ കുറിച്ച് വായിച്ചത് അപ്പൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എടി മോളെ, നീയും അമ്മയും കൂടി വായിച്ചത് മുടിയനായ പുത്രനെക്കുറിച്ചല്ല, മാനസാന്തരപ്പെട്ട ഒരു മകനെക്കുറിച്ചാണ്. വായിക്കുമ്പോ ശ്രദ്ധിച്ചു വായിക്കണം. ഓ, ഞാൻ വായിച്ചതാ ഇപ്പൊ കുഴപ്പം. മഞ്ജു, നീ മിണ്ടാതിരി. അപ്പ കുറെ നാളായല്ലോ എന്നും ഇത് തന്നെ പറയുന്നത്. കിട്ടിയത് നശിപ്പിച്ച് വല്ല വഴിയും ഇറങ്ങിപ്പോയവനെ ഓർത്ത് സമയം കളയാതെ. അവനൊന്നും നന്നാവില്ല ഒരു കാലത്തും. അവനെല്ലാം നശിപ്പിച്ചെങ്കിൽ, അവൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിൽ അതിൽ നിനക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. എനിക്കോ? ഞാനെന്തു ചെയ്തെന്നോ? എന്നുമെല്ലാം ഒറ്റയ്ക്ക് ഭരിക്കണമെന്നായിരുന്നു നിന്റെ ചിന്ത. എന്തു കിട്ടിയാലും അത് നിനക്ക് തന്നെ വേണം. എന്നെങ്കിലും നീ അവനെ കൂടെ നിർത്തിയിട്ടുണ്ടോ? ഒപ്പം നിർത്തി എന്തെങ്കിലും കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്തിനും നീ അവനെ കുറ്റപ്പെടുത്തി. അതെ, എനിക്ക് വളരണം. വല്ലവന്റെ മുറ്റത്ത് പോയി ഓച്ചാനിച്ച് നിൽക്കാൻ ഈ ബെന്നിയെ കിട്ടില്ല. അപ്പാ, അനിയൻ വേറെ, ബിസിനസ് വേറെ. കൂടെ നിർത്തി എല്ലാം പഠിപ്പിച്ചാൽ പിന്നെ എന്റെ ആവശ്യം എന്താ? അല്ല തന്നെ ഇവനെ കൂടെ നിർത്തിയിട്ട് എനിക്കെന്ത് പ്രയോജനം? നീ മിടുക്കനാ മോനെ. ഇപ്പോ പ്രയോജനമായില്ലേ? ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. നിങ്ങളൊന്ന് മിണ്ടാതിരി. ഞാനാണോ കുറ്റക്കാരൻ? ഇവനിപ്പോ എന്തോ നിന്റെ കുറവാ? എല്ലാം തികഞ്ഞില്ലേ? തികഞ്ഞു. ചുമ്മാതല്ലോ, രാവെളുക്കോളം ശരിക്കും കഷ്ടപ്പെട്ടിട്ടാ. പിന്നെ ഇപ്പോ ഇവിടുത്തെ കാശ് മാത്രമല്ല, ദാ ഇവളുടെ പണവുമുണ്ട്. എന്റെ മോനെ, നീ ഒന്നങ്ങ് അടങ്ങ്. അമ്മയൊന്ന് മാറിക്ക്. ഞാനെന്താ പൊട്ടം കളിക്കണോ? പിന്നെ കുറെ നാളായി. എനിക്ക് തന്നത് ഒരു കണക്കുമില്ലാതാ ബെന്നിച്ചാൻ ബിസിനസ്സിൽ ഇറക്കിയത്. 3 റേഷൻ കട, തടിമില്ല്, പെട്രോൾ പമ്പ്, ഒന്നും നശിപ്പിച്ചു കളഞ്ഞില്ലല്ലോ. ഉള്ളതും കൊണ്ട് മണ്ണിൽ കുഴിച്ചു മൂടിയവനെ എടുത്ത് തലേ വെച്ചിരിക്കുന്നു. എന്റെ ബെന്നിച്ചാന്റെ ഒരു കഷ്ടപ്പാട്. ഉവ്, ഞാനും കേൾക്കുന്നുണ്ട് റേഷൻ കടയെക്കുറിച്ച്. പലരും പലതാ പറയുന്നത്. ദൈവത്തെ അറിഞ്ഞു പോയാ നിനക്ക് കൊള്ളാം മോനെ. അപ്പൻ എന്ത് കേട്ടെന്നാ? നിങ്ങളിങ്ങനെ അപ്പനും മോനും തമ്മി വഴക്കുണ്ടാക്കാതെ. മനുഷ്യരെന്ത് പറയും? അല്ലെങ്കിൽ തന്നെ നാണക്കേട് കൊണ്ട് വഴിയിലിറങ്ങി നടക്കാൻ മേല. എന്റെ ദൈവമേ, ഇതിനിടയിൽ ഞാനാണല്ലോ കിടന്ന് നീറുന്നത്. ഓ, എന്തൊരു ആക്ടിങ്! അമ്മച്ചിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. ഇതിലും നല്ലതാ അതാ. നീ എന്നെ ആക്ടിങ് പഠിപ്പിക്കാൻ വന്നതാ? വേണ്ട മോളെ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. 24 മണിക്കൂറും വെള്ളം അടിച്ച് ആക്ട് ചെയ്ത് നടക്കുന്ന ബെസ്റ്റ് ഒരുത്തൻ നിന്റെ വീട്ടിലുണ്ടല്ലോ. ദേ, എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ പപ്പ കള്ളു കുടിച്ചാലെന്താ,
ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ട് കുറ്റം പറയാൻ വന്നിരിക്കുന്നു. മഞ്ജു നീ മിണ്ടാതെ. എല്ലാത്തിനും ഓടാൻ എന്റെ ബെന്നിച്ചൻ, കുറ്റം പറയാൻ 100 പേരും. ഞാൻ വന്ന് കേറിയ ദിവസം മുതൽ കേക്കുവാ ഒരുത്തിന് ഇറങ്ങിപ്പോയ കഥ. ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അതും എന്റെ ബെന്നിച്ചന്റെ തലയിൽ. പിഴച്ചത് എനിക്കാ. മക്കളെ സ്നേഹിച്ചു പോയി, അവർക്ക് വേണ്ടി ജീവിച്ചു പോയി. എനിക്കുള്ളതെല്ലാം അവർക്ക് വേണം. എന്നെ മാത്രം ആർക്കും വേണ്ട. അപ്പച്ചന്റെ അഭിനയം നന്നാവുന്നുണ്ട്, എന്നാലും അമ്മച്ചിയുടെ അത്രയും വരില്ല. ബെന്നിച്ച മറ്റേ കാര്യം ചോദിക്കങ്ങോട്ട്. കിഴക്കേപ്പറമ്പിൽ നിന്ന് 10 സെന്റ് അപ്പൻ ആ വെട്ടുകാരന് ഇഷ്ടദാനം നൽകിയല്ലേ? അതെ. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കാൻ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. പറഞ്ഞാ നീ സമ്മതിക്കുവോ? അപ്പൻ എന്തു പറഞ്ഞാലും ശരി. ഇനി അവൻ വന്നാൽ ഇതിൽ നിന്നും ഒരു ചില്ലി കാശ് കൊടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഇതൊക്കെ എന്റെ പേരില. ഞാനതൊക്കെ ആലോചിച്ച് ചെയ്യും. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നീയും. നമുക്ക് കാണാം. വാ ബെന്നിച്ച. നിങ്ങൾക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? അവനെ പിണക്കിയിട്ട് നമുക്കെന്ത് കിട്ടാനാ? വയസ്സാം കാലത്ത് ഇത്തിരി കഞ്ഞിവെള്ളം തരാനുള്ളവനാ. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട അച്ഛൻ. നമ്മൾ മക്കളെ സ്നേഹിക്കും പോലെ അവർ നമ്മെ സ്നേഹിക്കുമെന്ന് വിചാരിക്കരുത്. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അച്ചായ. ഫിലിപ്പോസേ, എനിക്കങ്ങോട്ട് വരാമല്ലോ അല്ലേ? അയ്യോ, ഇതാര്? അച്ഛനോ? അച്ഛൻ എന്താ ഈ രാത്രിയിൽ? അല്ല, റപ്പായി ഉണ്ടോ? ഞങ്ങൾ ആദ്യം ഇങ്ങോട്ടാ വന്നേ. ഗേറ്റ് കിടക്കുമ്പോഴേ ഇവിടുത്തെ ബഹളം കേട്ടു. അപ്പൊ റപ്പായി പറഞ്ഞു ബഹറിൽ നിന്നും മനു വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ആദ്യം അങ്ങോട്ട് കയറി. പയ്യൻ കൊള്ളാം. അവൻ അവിടെ പള്ളിയിൽ ഖജാഞ്ചിയാണെന്നാ പറഞ്ഞ. ഏറ്റവും ഇസഡ് കാര്യങ്ങളും അവന്റെ കൈകളിൽ കൂടിയാ നടക്കുന്നതെന്നാ പറഞ്ഞത്. നമ്മുടെ പാരിഷാളിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒരു ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ആ, ഒത്താലൊക്കട്ടെ. അച്ചോ, കാപ്പി എടുക്കട്ടെ? വേണ്ട ചമ്മേ, അപ്പുറത്തൊന്നും കുടിച്ചതാ. ഒരു ഗ്ലാസ് വെള്ളമാകാം. അല്ലെങ്കിൽ തന്നെ രാത്രിയിൽ എന്ത് കാപ്പി? എന്താ ഫിലിപ്പോസേ, വല്ലാണ്ട് വിഷമിച്ചിരിക്കുവാണെന്ന് തോന്നുന്നല്ലോ. എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? ഓ, അതിവിടെ സ്ഥിരമാ അച്ചോ. എന്നാ ചെയ്യാനാ? എല്ലാവർക്കും പണം മതി അച്ചോ. പ്രായമായില്ലേ? ഇപ്പോ നമ്മൾ പറയുന്നതെല്ലാം കുറ്റമാ. എന്ത് ചെയ്യാം? ഒക്കെ ശരിയാവും. എല്ലാത്തിനും ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ആ, എന്നാ ആശ്വസിക്കാം. ഫിലിപ്പസേ, മുടങ്ങിക്കിടന്ന പാരിഷാളിന്റെ പണി നമുക്ക് വീണ്ടും തുടങ്ങണം. കമ്മിറ്റിയിൽ ഇന്ന് അതിനൊരു ധാരണയായി. ഫിലിപ്പോസിനെ പോലുള്ളവരുടെ സഹകരണം ഉണ്ടാവണം. അല്ലേ റപ്പായി? പിന്നല്ലാതെ, പീലിച്ചാനല്ലയോ നമ്മുടെ അടുത്ത കൈക്കാരൻ. പിന്നെ എന്നാ വേണം? അച്ചോ, ഇപ്പോ എല്ലാം നോക്കി നടത്തുന്നത് ബെന്നിയല്ലേ? പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യം അവനോട് പറയാം. ആ, അത് മതി. ഫിലിപ്പോസും ബെന്നിയും എല്ലാവരും നമുക്ക് വേണം. അത് തന്നെ, നമുക്ക് ബെന്നിച്ചിനെ വിളിക്കാം. ബെന്നിക്കുഞ്ഞേ. ഞാനൊന്ന് മയങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണം. കാണും, ഈ ഓട്ടമല്ലേ. റേഷൻ കടയും മില്ലും പെട്രോൾ പമ്പും ഒക്കെ എങ്ങനെ പോകുന്നു ബെന്നി? കുഴപ്പമില്ലച്ചോ, ദൈവകൃപ കൊണ്ട് ഓടിപ്പോകുന്നു. എല്ലാം ഓടിച്ചോണ്ട് പോവാൻ പാവ ഈ ബെന്നിച്ച മാത്രം. കമ്മിറ്റിക്ക് 2 പ്രാവശ്യവും ബെന്നിയെ കണ്ടില്ലല്ലോ. 2-3 ആഴ്ചയായി പള്ളിയിലും കാണുന്നില്ല. എന്താ, പിന്മാറ്റമാണോ? മാറ്റമുണ്ടെങ്കിലല്ലേ പിന്മാറ്റമുള്ളൂ. അച്ചോ, അവന് തിരക്കുകൊണ്ടാ. സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ വരുന്നുണ്ടല്ലോ. അത് പറഞ്ഞ് ഇനി ഒരു വഴക്ക് വേണ്ട. ബെന്നി, പാരിഷാളിന് എത്രയാ എഴുതേണ്ടത്? ഒന്നും പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെ. ചാടിക്കേറി പറഞ്ഞ് കുറഞ്ഞു പോകരുതല്ലോ. ആലോചിച്ച് പതിയെ പറഞ്ഞാ മതി. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ഫിലിപ്പോസേ, സാമിന്റെ വിവരം എന്തുണ്ട്? ഒന്നുമില്ലച്ചോ. ബെന്നി അറിഞ്ഞാലും ഒന്നും പറയില്ല. അച്ഛൻ എന്തോ കാര്യം
പറയാനുണ്ടെന്ന് പറഞ്ഞു. സാം ജയിലിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. ജയിലിൽ നിന്നോ? എന്താ ബെന്നി, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ഓ, വലിയ താല്പര്യമില്ല അറിയാൻ. ചെറിയൊരു കുത്തുകേസ്, അടിപിടി എന്തോ ആയിരുന്നു. ഏതായാലും ജയിൽ ജീവിതം അവനെ ആകെ മാറ്റിയിരിക്കുന്നു. വിളിച്ചപ്പോ കുറേ നേരം അവനിരുന്നു കരഞ്ഞു. ഒന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് അവൻ എന്തു പറഞ്ഞച്ചാ? അവന് നിങ്ങളെ ഒന്ന് കാണണം, ഒന്ന് ക്ഷമ ചോദിക്കണമെന്നുണ്ട്. അവൻ വല്ലാണ്ട് മാറിപ്പോയിരിക്കുന്നു ഫിലിപ്പോസേ. എന്റെ കുഞ്ഞ് സുഖമായിരിക്കുന്നോ? എന്റെ കാത്തിരിപ്പിന് ഒരർത്ഥമുണ്ടായി അല്ലേ അച്ചോ? പിന്നീട് ഞങ്ങളുടെ മോൻ വിളിച്ചോ അച്ചോ? ഇല്ല, അവിടെ നിന്നും എപ്പോഴും വിളിക്കാൻ സൗകര്യമുണ്ടാവില്ലല്ലോ. ഇപ്പൊ ബെന്നിച്ചന് സമാധാനമായല്ലോ. കുടിച്ചു കൂത്താടി ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ. ഇങ്ങോട്ടാരും ക്ഷമ ചോദിക്കാൻ വരികയും വേണ്ട. വീണ്ടും വന്ന് പറ്റിക്കൂടാൻ ശ്രമിക്കുകയാണവൻ. അവൻ ഒരിക്കലും ശരിയാവില്ലച്ചാ. ബെന്നി, ദൈവത്തിന് നിരക്കാത്തത് പറയരുത് മോനെ. അവനും നിന്റെ സഹോദരനല്ലേ? പണത്തെക്കാൾ വലുതാ മോനെ സഹോദര ബന്ധങ്ങൾ. നീ ഇതുവരെ ഇതൊന്നും പഠിച്ചില്ലേ? ഫിലിപ്പോസേ, ഞാൻ ഇറങ്ങുക. കർത്താവ് വലിയവനാടോ. ഒരപ്പന്റെ സ്നേഹം അവനറിയാം. അംഗീകരിക്കാനുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വാറപ്പായി. അച്ഛനൊന്നു നിന്നേ. എന്താ ബെന്നി? ഇനി ഇതും പറഞ്ഞ അച്ഛൻ ഇവിടെ വരരുത്. അവൻ വിളിച്ചാൽ അതൊട്ട് പറയേം വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ. അവന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. അവനെ അച്ഛനായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ നോക്കണ്ട. ബെന്നി, നിന്റെ വിഷമം എനിക്കറിയാം. പണമുണ്ടാക്കാൻ നീ കിടന്ന് ഓടുന്നതും എനിക്കറിയാം. പണത്തെക്കാൾ വലുതായി ജീവിതത്തിൽ പലതുമുണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം വരും. പോട്ടെ ബെന്നി. നീ ഇതെവിടെ പോകുന്നു? എന്റെ വീട്ടിൽ. പപ്പ ഇപ്പൊ വരും. അതിനു മാത്രം എന്തുണ്ടായി ഇവിടെ? ഒന്നും ഉണ്ടായില്ലേ? നിങ്ങളുടെ അമ്മ എന്നെ തല്ലാൻ വന്നു. എന്റെ അപ്പനെ, എന്റെ വീട്ടുകാരെ എന്തെല്ലാം പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എന്റെ പപ്പയെ വിളിച്ചു. ഇപ്പൊ പൂർത്തിയായി. ഇനി ഇളയവനും കൂടി ഇവിടെ വിളിക്കും. അവൻ വീണ്ടും ഇവിടെ വന്ന ആളാവും. എനിക്ക് ആരുടെയും ആട്ടുത്തുപ്പ് ഏൽക്കേണ്ട ആവശ്യമില്ല. എന്റെ തലയ്ക്ക് കിറുക്ക് പിടിപ്പിക്കാതെ നീ അവിടെ പോയിരിക്കെ. എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. ഞാൻ പോകും. എത്ര താമസിച്ചാലും എന്റെ പപ്പ എത്തും. ഞാൻ കൂടെ പോകുക തന്നെ ചെയ്യും. പപ്പയായിരിക്കും. നീ അകത്തോട്ട് പോ. മോളെ, മഞ്ജു മോളെ. എടാ ബെന്നി. ഓ, പിതാവ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? സുഖാണോ മോനെ? ബെന്നി, എന്നോട് വരാൻ പറഞ്ഞിട്ട് എല്ലാരും കേറി കിടന്നോ? എടാ, എന്റെ മോളെന്ത് ചെയ്യടാ? ഞാനിവിടെ ഉണ്ട് പപ്പ. അയ്യോടി, നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ. എന്താടാ, ഇവിടെ കഞ്ഞിയൂടിയൊന്നും ഇല്ലേ? നീ അങ്ങ് പോരടാ. തലമുറകൾക്ക് കഴിയാനുള്ളത് അവിടെയുണ്ട്. ആര് കേൾക്കാൻ? ഇവിടെ കിടന്ന് നരകിക്കാൻ എന്റെ വിധി. എടി മോളെ, നിന്റെ അപ്പനെ ഇങ്ങനെ നീ വിഷമിപ്പിക്കാതെ. വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഓ, എന്നെ വിഷമിപ്പിക്കാത്ത ഒരു പിതാവ്. എന്റെ മോളെ നരയിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ കൊണ്ടുപോകാം അവളെ ഈ രാത്രി. അതിനു മാത്രം പ്രശ്നം എന്താ ഉള്ള ഔസേപ്പേ? എല്ലാം പറഞ്ഞു തീർക്കാനുള്ളതല്ലേ ഉള്ളൂ. എന്താ പ്രശ്നമെന്നോ? ഏതോ ഒരുത്തൻ പുറപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് എന്റെ മോളെ അച്ചാമ്മയെന്ന് തല്ലാൻ വന്നില്ലേ? എന്തൊക്കെ പറഞ്ഞു അവളുടെ അപ്പനായ എന്നെ? അത്രയ്ക്കൊന്നും അച്ചാമ്മ പറഞ്ഞില്ല. ദേഷ്യത്തിൽ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇത്ര വേഗം പോകണോ? പോകണം, പോയേ പറ്റൂ. വേറെ ആരൊക്കെയോ വരാൻ പോകുവാണെന്ന് കേട്ടു. ഇനി അവന്റെ ഭരണമായിരിക്കും. ആരുടെ കാര്യം ഔസേപ്പച്ചനി പറയുന്നത്? കിടന്നുരുളണ്ട. എന്റെ മോളെല്ലാം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു സാമും അപ്പനും. പപ്പ ഒന്നും പറയണ്ട. അത് ചോദിക്കാനും പോകണ്ട. അതൊന്നും ചോദിക്കുന്നത് അപ്പൻ ഇഷ്ടപ്പെടില്ല. എന്താ ഇഷ്ടപ്പെടാത്തത്? കൊടുക്കാവുന്നതിന്റെ മുഴുവൻ കൊടുത്തില്ലേ? അവൻ അവന്റെ വഴിക്ക് പോവുകയും ചെയ്തു. ഇനി എന്നാ നോക്കിയിരിക്കാനാ? ബാക്കി ഇവന്റെ പേരിൽ എഴുതി കൊടുക്ക്. എടാ ബെന്നി, ഈ സ്വത്തെല്ലാം ഉടൻ തന്നെ നിന്റെ പേരിലാക്കണം. ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഉടനെ എഴുതും. അറിഞ്ഞു. അപ്പോഴല്ല മോളുടെ അപ്പന് വിളിച്ചത്. ഓ, ഇത്ര പെട്ടെന്ന്
ആ ന്യൂസ് അവിടെ എത്തിയല്ലോ. അതിന് ഔസേപ്പച്ചൻ എന്തിനാ വിഷമിക്കുന്നത്? ഇതെല്ലാം ഇവനുള്ളതല്ലേ? എഴുതിയാലും ഇല്ലെങ്കിലും അതെല്ലാം അവനുള്ളതല്ലേ? ആ അത് കൊള്ളാം. ഫിലിപ്പോസിന്റെ അടവ് കൊള്ളാം. തനിക്ക് വേണ്ടായിരിക്കും. മറ്റവൻ തിരിച്ചു വന്നാൽ അവൻ ഇനിയും കൊടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? എന്റെ പപ്പ, അതുതന്നെ എന്റെ പേടിയും. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ ഇവിടെ. നീ പേടിക്കണ്ടാ, നിനക്ക് ഞാനുണ്ട്. നിന്നോടുകൂടെ ഞാനുണ്ടാ. ചെല്ല്, ഔസേപ്പച്ചൻ അകത്തേക്ക് ചെല്ല്. എന്നെ ആരും സന്തോഷിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഇവിടെ പൊറുതിക്ക് വന്നതല്ല, എന്നെ മോള് വിളിച്ചിട്ട് വന്നതാ. ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. നാട് പോലെ പണിയാൻ അവനും അവന്റെ ഭാര്യയും എത്ര പ്രാവശ്യം പറഞ്ഞു ആധാരം അവന്റെ പേരിലാക്കാൻ. നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് അത് ചെയ്തു കൊടുത്താൽ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കും പപ്പ. പപ്പ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പൻ നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എടാ, ഇന്നലെ വന്ന് കേറിയവർ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ. ഇതെല്ലാം നിന്റേത് തന്നെയാ. അവരെ പറയണ്ട. അവരുടെ കാശും കൂടിയിട്ടാ ഞാൻ ഈ കളിയെല്ലാം കളിക്കുന്നത്. ഇതെല്ലാം ബെന്നിച്ചന്റെ ആണെന്ന് എന്താ തെളിവ്? രേഖയുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അത് രേഖയിലാക്ക്. ഫിലിപ്പോസേ, ഇനി കളിയൊന്നും നടക്കില്ല. എന്ത് കളി? കുറെ നേരമായി താൻ കിടന്ന് സംസാരിക്കുന്നു. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് ആരുടെ ഔദാര്യമൊന്നുമല്ല. എന്ത് ചെയ്യണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു തരികയും വേണ്ട. നിങ്ങളതങ്ങ് അവൻ എഴുതി കൊടുത്തേര്, സമാധാനമാകുമല്ലോ. അമ്മച്ചിക്ക് പ്രശ്നമില്ല, പിന്നെ അപ്പനെന്താ കുഴപ്പം? എനിക്കിതെല്ലാം രേഖയിലാക്കണം. 24 മണിക്കൂറും പുറപ്പെട്ടു പോയ മകനെയും കാത്തിരിക്കുന്ന നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനി എന്റെ ബെന്നിമോൻ അബദ്ധം പറ്റരുത്. നിങ്ങൾക്ക് തോന്നുമ്പോൾ റബ്ബർ വെട്ടുകാരന് കൊടുക്കാനുള്ളതല്ല ഈ സ്വത്തുക്കൾ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഇനി ഒരുത്തനും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയും ഇതെന്നെ കൊണ്ട് പറയിപ്പിക്കരുതോ? ഇനി പറയാനൊന്നുമില്ലടാ. അവൻ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ജയിലിൽ കിടന്നേ ഉണ്ട തിന്നുന്നുണ്ടാവും. ഉണ്ട. അധികം സന്തോഷിക്കേണ്ട ഔസേപ്പച്ച. ആർക്കും തെറ്റുപറ്റാം. പക്ഷേ അത് തിരുത്തുമ്പോഴാണ് കർത്താവ് സന്തോഷിക്കുക. അവന്റെ തെറ്റ് അവന് മനസ്സിലാവുമ്പോൾ അവൻ തിരികെ വരും. താൻ നോക്കിക്കോ. വരില്ലടോ. തന്റെ കാത്തിരിപ്പ് വെറുതെയാ. ബെന്നി, നമുക്കിറങ്ങാം. ഒരു തീരുമാനമായിട്ട് തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കാം. ഇറങ്ങട്ടെ ഫിലിപ്പോസേ? വാ മോളെ. വാ ബെന്നിച്ച, 2 ദിവസം സമാധാനമായി എന്റെ വീട്ടിൽ കഴിയും. വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്. ഈ മക്കളൊക്കെ എന്താ ഇങ്ങനെ? പെന്നി പാവാ. ആ അപ്പനും മോളും കൂടി അവന് വിഷം കൊടുക്കും. ഇതെല്ലാം അവന്റെ പേര് എഴുതി കൊടുത്തില്ലേ അവനും അവളും കൂടി നമുക്ക് വിഷം തരും. കർത്താവേ, എന്തൊരു യോഗം! നമുക്കെന്തിനാ ഇതെല്ലാം? ഒക്കെ അവന് കൊടുത്തേര്. എനിക്കൊന്നും വേണ്ടടി. എന്നാലും അവരുടെ കൂടെ കൂടി നമ്മുടെ മോൻ ഇത്ര മാറിപ്പോയതിലുള്ള വിഷമമേ ഉള്ളൂ എനിക്ക്. അവനോട് ദൈവം ക്ഷമിക്കട്ടെ. അവൻ ജയിലിലാണെന്ന് പറഞ്ഞത് നേരാണോ അച്ഛേ? ആയിരിക്കും. അച്ഛൻ കള്ളം പറയുമോ? എന്നാലും നമ്മൾ ഇവിടെ സുഖമായി ഇരിക്കുമ്പോ പാവം നമ്മുടെ മോൻ അവിടെ. അവനെ ഇനി എന്നാടി ഞാനൊന്ന് കാണുക? വാ, വന്നു കിടക്ക്. ഒന്നും ഓർത്ത് വിഷമിക്കാതെ. അച്ചാമ്മച്ചി, അത്താഴം എടുത്തു വെച്ചു. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. വേണ്ട കുഞ്ഞമ്മേ, തീരെ വിശപ്പില്ല. കുഞ്ഞമ്മ ഇന്ന് വീട്ടിൽ പോയില്ല അല്ലേ? ഇല്ല അച്ചാമ്മച്ചി, ഇവിടുത്തെ ബഹളം കേട്ടപ്പോ നിങ്ങളെ തനിച്ചാക്കിയിട്ട് പോകാൻ തോന്നിയില്ല. മക്കളെല്ലാം ഒത്തിരി ഒത്തിരി വലിയതായി. അവർ വലിയതായതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കുഞ്ഞമ്മേ. കതകും ജനലുകളും ഒന്നൂടൊന്ന് അടച്ചേര്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങള് കിടക്കുക.
ആയിക്കോട്ടെ അച്ചാമ്മച്ചി. ആരാ ആരാ ഈ അസമയത്ത്? ആരാണെന്നല്ലേ ചോദിച്ചത്? മോനെ, എന്റെ മോനെ, സഹൃദയരെ, അടുത്ത ഒരു രംഗത്തോടെ ആത്മാവിൽ ഒരു തീർത്ഥാടനം ഇവിടെ പൂർണ്ണമാകുന്നു. അതിനു മുൻപ് അതിലെ കഥാപാത്രങ്ങളെയും അവർക്ക് ജീവൻ നൽകിയവരെയും നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തട്ടെ. പീലിച്ചൻ ശ്രീ മനു ആർ സോളമൻ, അച്ചാമ്മ ശ്രീമതി റീൻ എലിസബത്ത്, കുഞ്ഞമ്മച്ചി ശ്രീമതി അനിത ഡേവിഡ്, ബെന്നി ശ്രീ ലിബു ലൂക്കോസ്, സാം ശ്രീ ടിൻഡു സൈമൺ, മഞ്ജു കുമാരി ലൗലി അലക്സ്, അച്ഛൻ ശ്രീ വിനു പാലമറ്റം, ഔസപ്പച്ചൻ ശ്രീ അനൂഷ് ചാണ്ടി, റപ്പായി ശ്രീ ജോയ് സാമുവൽ, സിബി ശ്രീ സാമുവൽ മാത്യു, പത്രക്കാരൻ ശ്രീ ജിനേഷ് ശശി, മണിയമ്മ കുമാരി ജിയ സാമുവൽ, ശബ്ദക്രമീകരണം ശ്രീ റിജോയ് വർഗീസ്, അണിയറയിൽ ശ്രീ അലക്സ് ജോൺ, ശ്രീമതി ബിന്ദു അലക്സ്, ശ്രീ ഫിലിപ്പ് ജേക്കബ്, കുമാരി മേഘ ആൻ മൈക്കിൾ. റെക്കോർഡിംഗ് സന്തോഷ് ജോൺസൺ, മിസ്പ ഡിജിറ്റൽ ഓഡിയോ ബഹ്റൈൻ. രചന സംവിധാനം ശ്രീ മൈക്കിൾ തേലപ്പള്ളി. ഞങ്ങൾ തുടരട്ടെ. ബെന്നിക്കുഞ്ഞേ, ബെന്നിക്കുഞ്ഞേ, ആരാ രാവിലെ? ആഹാ, റപ്പായിയോ? അച്ചാമ്മച്ചി, ബെന്നിക്കുഞ്ഞെന്തിയേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവൻ ഭാര്യ വീട്ടി പൊറുതിക്ക് പോയിക്കുവാ. എന്റെ അച്ചാമ്മച്ചി, അത് നന്നായി. ഞാൻ പള്ളിമേടയിൽ വെറുതെ ചെന്നതാ. അപ്പോൾ അച്ഛനാ പറഞ്ഞത് സാം ഇന്നലെ വന്നെന്ന്. ശ്വാസം വിടാതെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഇങ്ങോട്ട്. ആ ഭയങ്കര മഴയത്ത് വാതിലിനാരോ മുട്ടുന്നത് കേട്ടാ ഞാൻ ചെന്നത്. തുറന്നപ്പോ തേ നിൽക്കുന്നു, ദൈവം കൊണ്ട് തന്നതുപോലെ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ദൈവം വലിയവനാ റപ്പായി. നമ്മുടെ കർത്താവിനെ പിന്നെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? സാം വന്നതിന്റെ ആയിരിക്കും. നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ടല്ലോ. ഞാൻ ഇന്നൊരു
ഒന്നാം തര സത്യ തന്നെ തയ്യാറാക്കുന്നുണ്ട്. റപ്പായി ഉച്ചയ്ക്ക് ഇവിടുന്നുണ്ണാം. റപ്പായി ഇരിക്ക്, ഞാൻ അടുക്കളയിലോട്ടൊന്ന് ചെല്ലട്ടെ. കുഞ്ഞമ്മയെ കൊണ്ട് എന്തിനു കൊള്ളാം, അവരിപ്പോ ഇങ്ങെത്തും. അവരിത് എവിടെ പോയി അച്ചാമ്മച്ചി? അപ്പനും മോനും കൂടി ഡ്രസ് എടുക്കാൻ പോയിരിക്കുവാ. സാമിനും അച്ഛനെ കാണുമെന്ന് പറയുന്നത് കേട്ടു. നീ ഇരിക്ക്. എന്റെ കർത്താവേ, ആ മുതുകാലൻ എന്റെ ഭാഗ്യത്തിന് ആ കെട്ടിയോടെ വീട്ടിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ കാര്യം കട്ട പുക. ഇനി ഇവിടെ എന്തൊക്കെ പുകിലാണോ ഉണ്ടാകുക? എന്റെ കർത്താവേ, അത് ബെന്നിയല്ലയോ വരുന്നത്? ദൈവമേ, ദിവസവും നിനക്ക് ഞാൻ മണിയടിക്കുന്നതല്ലേ. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? നീ തന്നെ ഒന്ന് പറഞ്ഞതാ. എടോ, ഇവിടെ വേണോ? മോനെ, ഈ റെപ്പ ഇതൊന്നും അറിഞ്ഞതല്ലടാ. നാട് വിട്ടുപോയി ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് താനും കൂടി ഒത്തോണ്ട് എന്നെ കളിപ്പിക്കുമായിരുന്നല്ലേ. എന്റെ മോനെ, സാം വന്ന കാര്യം ഞാനിപ്പോ രാവിലെ അച്ഛൻ പറഞ്ഞ അറിഞ്ഞത്. അപ്പൊ മോനോട് പറയാൻ ഓടിയ ഓട്ടമാ ഇവിടെ വന്നാ നിന്നത്. ഒന്നും ഞാൻ വിശ്വസിക്കില്ല. അച്ഛനും അപ്പനും എല്ലാം അറിയാമായിരുന്നു. എല്ലാരും കൂടി എന്നെ ചതിച്ചു. നിങ്ങളും. അച്ഛനും വലിയ പുള്ളിയാ. ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. ആ പത്രക്കാരൻ റോഡിലൂടെ പാടി നടപ്പുണ്ട്. സാം വന്ന കാര്യം. ഇവിടെയും ആഘോഷം. നല്ല 1ാം ക്ലാസ് കറിയുടെ മണം വരുന്നില്ലേ? എല്ലാവരും ഇതങ്ങ് ആഘോഷിക്കുമല്ലേ? ആഘോഷം എല്ലാം കൂടെ വലിച്ചെറിയ ഞാൻ. ബെന്നിച്ച, ബുദ്ധിയോട് സംസാരിക്ക്. ഇവിടെ കിടന്ന് ഇപ്പൊ ദുർഗ ഡാൻസ് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവര് വരട്ടെ. അവരിതെവിടെ പോയി? പട്ടുകുപ്പായം വാങ്ങാൻ കേറി പറഞ്ഞ് നാറി ഉടുപ്പിട്ടല്ലേ വന്നത്. പുത്തൻ കുപ്പായം വാങ്ങാൻ അപ്പം കൊണ്ടുപോയേക്കുവാ. എന്തൊക്കെ വാങ്ങിയാലും കയ്യിലെ രക്തക്കറ മാറുമോ? അവനിങ്ങ് വരട്ടെ. അടിച്ച് ഞാൻ അവന്റെ കാലൊടിക്കും. അങ്ങനെ ബുദ്ധിയോട് സംസാരിക്ക്. കാലം കുറെ ആയില്ലേ. ഇതുവരെ ഒരു പട്ടുകുപ്പായ അപ്പം വാങ്ങി തന്നിട്ടുണ്ടോ? ഒരു കോഴിയെ കൊല്ലാൻ സമ്മതിച്ചിട്ടുണ്ടോ? മണ്ടൻ. താൻ എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെയാ പ്രശ്നം. ബെന്നിക്കുഞ്ഞെന്താ ചെയ്യാൻ പോകുന്നെന്ന് ബെന്നിക്കുഞ്ഞിനറിയില്ല. അത് നേരാ. എന്നാ സാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സാമിന് നല്ല നിശ്ചയമാ. എല്ലാം ആ അച്ഛന്റെ ബുദ്ധിയാ. അന്നവൻ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എടാ മോനെ, ഇവിടെ കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്വത്ത് ഇപ്പോഴും അപ്പന്റെ പേരില. ആ ബോധം നിനക്കുണ്ടാവണം. അത് അവന്റെ കയ്യിൽ പോകാതെ നോക്കേണ്ടത് നിന്റെ മിടുക്ക്. ഇവനൊക്കെ ഇത്ര വേഗം നന്നാകുമെന്ന് ആരറിഞ്ഞു? ബെന്നിച്ച, അവർ വരുന്നുണ്ട്. അകത്തേക്ക് പൊക്കോ. അവരെന്താ പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ. അല്ല, റപ്പായിയോ? പള്ളിമേടയിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെയും തന്നെ കണ്ടില്ല. എന്താ രാവിലെ തന്നെ ഇവിടെ? നിങ്ങൾ സംസാരിച്ചിരിക്കെ. എന്താ റപ്പായി ചേട്ടാ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? ഇത് ഞാൻ തന്നെയാ, ഇവിടുത്തെ ഇളയ മകൻ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അതെ, എല്ലാവർക്കും സുഖം. എന്നാലും വരാൻ തോന്നിയല്ലോ. അപ്പൻ എത്ര വിഷമിച്ചു. എവിടെല്ലാം തിരക്കി. ആ, അങ്ങനെ ഒരു കാലം. അതിന്റെ ശിക്ഷയും എനിക്ക് കിട്ടി. എല്ലാവരെയും ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. ജയിലിലായിരുന്നു അല്ലേ? പോലീസുകാർ ശരിക്കും പെരുമാറിയോ? പിന്നെ അവരുടെ കയ്യിൽ കിട്ടിയതല്ലേ. വല്ല കുപ്പിയും കയ്യിലുണ്ടോ? ഒരു 60 അടിച്ചിട്ട് 2 ദിവസമായി. അച്ഛൻ അറിയണ്ട. ഇല്ല റപ്പായി ചേട്ടാ, അതൊക്കെ ഞാൻ നിർത്തി. ആ ചേട്ടൻ ഇരിക്കെ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരട്ടെ. ഇതാണോ മാനസാന്തരം? അവൻ കഴിക്കുന്നില്ല എന്താ ഞാൻ അടിക്കില്ലേ? സ്റ്റോക്ക് ഉള്ളത് എനിക്ക് തന്നുകൂടെ? ഇവനൊക്കെ എങ്ങനെ നന്നാകാൻ? എടാ നശിച്ചവനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്നും. എടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അവന്റെ ഒരു പട്ടുകുപ്പായം. പീലിച്ചായോ, ഓടിവായോ, ഓടിവായോ. തുടങ്ങി, യുദ്ധം തുടങ്ങി. അച്ചാമ്മച്ചി, ഞാൻ പിന്നെ വരാം. നീ ആരോട് ചോദിച്ചിട്ടാ എന്റെ വീട്ടിൽ കയറിയത്?
ആരോട് ചോദിച്ചിട്ടാണെന്ന്? അയ്യോ വേണ്ട മോനെ, അവനെ ഒന്നും ചെയ്യല്ലേടാ, അവനെ ഒന്നും ചെയ്യല്ലേടാ. കുഞ്ഞമ്മച്ചി മാറി നിൽക്ക്. ബെന്നിച്ചായ, ചേട്ടാ ഞാനൊന്ന് പറയട്ടെ. ചേട്ടനോ? ആരുടെ ചേട്ടൻ? അവകാശം പിടിച്ചു വാങ്ങിപ്പോയ നീ ഇനി ഇവിടെ ആരെ കാണാൻ വന്നതാ? മോനെ ബെന്നി, അവകാശം ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ അനിയനല്ലേടാ. മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ ഇത്രേ കാലം കാത്തിരുന്നിട്ട് അവൻ വന്നു കഴിഞ്ഞപ്പോ നീ എന്താ മോനെ ഇങ്ങനെ? ആര് കാത്തിരുന്നു? നിങ്ങൾ കാത്തിരുന്ന് കാണും. ഞാൻ ആരെ നോക്കിയിരുന്നിട്ടില്ല. കുന്നുകൂടിയ സ്വത്തിനെ മുകളിലിരുന്ന് സന്യസിക്കുന്ന ചേട്ടന് എന്റെ തിരിച്ചുവരവ് സഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അന്നും എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു. ആ കളിയിൽ ചേട്ടൻ ജയിച്ചു. എപ്പോഴും ജയിക്കാമെന്ന് വിചാരിക്കരുത്. നിർത്തിക്കോടാ. നിന്റെ തിരിച്ചുവരവ് എന്റെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാം. ഒത്തിരി മോഹിക്കണ്ടടാ സാമേ. എന്താ അവൻ മോഹിച്ചാൽ? എന്റെ ഇഷ്ടമാ. ഈ സ്വത്ത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ഒത്തിരി മോഹിക്കണ്ടടാ മോനെ. ഞാൻ ചെയ്ത തെറ്റ് അതെന്നോട് ക്ഷമിച്ചുകൂടെ? ഈ കുടുംബത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഒന്ന് സന്തോഷിച്ചോട്ടെ. സ്നേഹിക്കാൻ മറന്നുപോയി ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിച്ചോട്ടെ. മോനെ, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? ഇനി നമ്മുടെ കൂടെ അവനും സന്തോഷിക്കട്ടടാ മോനെ. നിനക്ക് അവനെ ഒന്ന് സ്നേഹിച്ചുകൂടെ? അതെ, നിങ്ങൾ ഇവനെ സ്നേഹിച്ചിട്ടുള്ളൂ. അവൻ വന്നപ്പോഴേ സദ്യയും പുതിയ കുപ്പായവും കൊടുത്ത് അവനെ സ്വീകരിച്ചു. എന്റെ കൂട്ടുകാരുടെ കൂടെ സന്തോഷിക്കാൻ ഞാൻ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ? സദ്യയും കുപ്പായങ്ങളൊന്നും എനിക്ക് വേണ്ട ബെന്നിച്ചായ. അപ്പൻ എന്നെയല്ല നമ്മളെയാണ് സ്നേഹിച്ചത്. നീ മിണ്ടരുത്. ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവരുത്. നീ എങ്ങോട്ട് പോകാൻ? നീ ഒരിടത്തും പോകുന്നില്ലടാ. പോകേണ്ടവൻ ഇവനാ, സാം അല്ലേ? നമ്മൾ തമ്മിൽ ആദ്യം കാണുക. ഇവൻ കെട്ടിയിരിക്കുന്നത് എന്റെ മോളെയാണ്. അങ്ങനൊരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. അച്ചായൻ കാര്യം പറ. നിന്റെ അപ്പനെവിടെ? എനിക്ക് അയാളോടാണ് സംസാരിക്കേണ്ടത്. എനിക്കിന്നൊരു തീരുമാനം അറിയണം. ഫിലിപ്പോസേ, അച്ചായൻ ഇരിക്കേ. എങ്ങനുണ്ട് ഇപ്പൊ ജയിലിലൊക്കെ? നല്ല സൗകര്യമാല്ലേ? ആഹാരമൊക്കെ എങ്ങനുണ്ട്? നീ അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യണമായിരുന്നു. നാണംകേട്. റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ജയിലിൽ കിടന്നവനെയും കാറിൽ കയറ്റി സർക്കിട്ടല്ലേ? ഇപ്പൊ എന്റെ മരുമോനെ നിങ്ങൾ അധിക്ഷേപിച്ച് പറഞ്ഞു വിടുന്നു. അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അച്ചായ. നീ മിണ്ടരുത്. അവകാശവും വാങ്ങി പോയതാണ് നീ. എല്ലാം നശിപ്പിച്ചിട്ട് തിരികെ വന്നിരിക്കുന്നു ഇനിയുള്ളത് നശിപ്പിക്കാൻ. എടാ ബെന്നി, നീ പേടിക്കണ്ടടാ, ഞാൻ കൂടെ ഉണ്ടടാ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതുവരെ ഒരു മാറ്റവുമില്ല. അന്ന് അവന് കൊടുത്തതിന്റെ 4 ഇരട്ടി ഇന്ന് നമുക്കുണ്ട്. കല്യാണം ആലോചിച്ചപ്പോഴേ നിങ്ങൾ പറഞ്ഞു ഈ കാണുന്നതെല്ലാം ഇവനാണെന്ന്. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞു, എഴുതി കൊടുത്തില്ല. ഇപ്പൊ മുടിപ്പിച്ചവനും തിരിച്ചെത്തി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൻ പറഞ്ഞ 4 ഇരട്ടി അതെന്റെ മാത്രം അധ്വാനമാണ്. എന്താ അതിൽ നിന്നും അവന് കൊടുക്കണോ? നടക്കില്ലപ്പാ. അത് മനസ്സിൽ വെച്ചാ മതി. എടാ മരുമോനെ, നിന്റെ അപ്പൻ അതും അതിനപ്പുറവും ചെയ്യും. നിനക്ക് ബുദ്ധിയില്ലടാ മോനെ. ഔസേപ്പച്ച, ഈ സ്വത്ത് ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. ചിലപ്പോ സാമിന് കൊടുത്തെന്നും വരും. നിനക്ക് തൃപ്തിയായില്ലേ? പുതിയൊരുത്തിനെ കിട്ടിയപ്പോൾ നിന്റെ അപ്പന് നിന്നെ വേണ്ടടാ. ഞാനൊരു വേലക്കാരനെ പോലെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതിനൊരു വിലയില്ലേ അപ്പാ? മോനെ, നമുക്ക് ജോലിക്കാർ ധാരാളമുണ്ട്. എനിക്ക് വേണ്ടത് ഒരു മകനെയാണ്. സ്വന്തമായി അഭിപ്രായമുള്ള ഒരു മകനെ. എല്ലാം അടക്കി ഭരിച്ച് വേലക്കാരെ പോലെ മക്കളെ കാണുന്ന നിങ്ങൾ ഇനി എന്ത് ന്യായം പറയാനാണ് ഫിലിപ്പോസേ? തൽക്കാലം ഈ സംസാരം ഇവിടെ നിർത്താം.
നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിൽക്കാം, പോകേണ്ടവർക്ക് പോകാം. തൃപ്തി ആയില്ലേ നിനക്ക്? എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് തൃപ്തി ആയില്ലേ? ഇയാൾക്ക് നിന്നോടല്ല, ഇവനോടാണ് സ്നേഹം. ഇത് മുഴുവനും ഇവന് കിട്ടും. നീ വെറും മണ്ടൻ. എന്റെ മോളുടെ ഗതി. നീ എന്റെ കൂടെ വരുന്നെങ്കിൽ വാ. നിനക്കൊരു ചില്ലിക്കാശ് ഇതിൽ നിന്ന് കിട്ടില്ല, ഓർത്തോ. അതിനുവേണ്ടി നീ അപ്പനെ കൂട്ടുപിടിക്കണ്ട. ഇനി ഞാൻ വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അപ്പാ, എനിക്ക് വിഷമമൊന്നുമില്ല അപ്പാ. തെറ്റെപ്പോഴും എൻ്റെ ഭാഗത്ത് തന്നെ. അത്രയ്ക്ക് ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ജയിലിലെ ഇരുൾ മൂടിയ ദിനങ്ങളിൽ എല്ലാവരെയും ഒന്ന് കാണണമെന്നിരിക്കുന്നു. മോനെ, അപ്പനെ ഒന്ന് കാണണം, ഒന്ന് ക്ഷമ ചോദിക്കണം. അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും നീ ഞങ്ങളെ ഒന്ന് വിളിച്ചില്ലല്ലോ. ഒരു എഴുത്തുപോലും. ഓരോ രാവും പുലരുമ്പോൾ മുതൽ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കും. പകലിലെ ഞങ്ങളുടെ നിശബ്ദമായ ജീവിതത്തിൽ മക്കളുടെ ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോഴത് രാത്രി വരെ നീളും. രാവുകളിൽ ഉറക്കം വരാതെ ആ ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു കിടക്കുമ്പോൾ ഓർക്കും, അവരൊന്ന് വിളിച്ചില്ലല്ലോ എന്ന്. അപ്പനെയും അമ്മയും ഓർക്കാൻ ആർക്കാ സമയമിപ്പോ? ഞാൻ പോലും അറിയാതെ സ്വയം നശിച്ച് തകർന്നു വീഴുന്നത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതൊരിക്കലും അപ്പനെ അറിയിക്കരുതെന്ന് ഞാൻ കരുതി. ഞാൻ പോയ വഴിയും എൻ്റെ തകർച്ചകളും ജയിൽ ജീവിതവും എന്നെ പുതിയൊരു മനുഷ്യനാക്കിയിരുന്നു. ഇനിയും ഞാൻ ശരിയാകുമെന്ന് എന്നൊരു തോന്നൽ എന്നിൽ ശക്തമാവുകയാണ്. നീ തിരികെ വന്നല്ലോ, അത് മതി അപ്പന്. ഇനി ഞാൻ നിന്നെ ഒരിടത്തേക്കും വിടില്ല. അപ്പാ, ഞാൻ ഇവിടെ തുടർന്നാൽ പ്രശ്നങ്ങൾ തീരില്ല. പകരം പുതിയ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടും. എനിക്ക് പോകണം. നീ എന്തൊക്കെയായി പറയുന്നത്? ഒന്നവിടെ അടങ്ങിയിരി. എങ്ങോട്ട്? പെരുവഴിയിലേക്കോ? നീയോ എന്റെ മോനാടാ. എന്റെ സ്വത്തിൽ ഒന്നും കുറഞ്ഞിട്ടില്ല ഇതുവരെ. ബെന്നിയും നീയും എന്റെ കൂടെ വേണമെടാ എന്നും. അവകാശവും വാങ്ങി എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോയവനല്ലേ ഞാൻ. അപ്പനിനി എന്തു തന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കുള്ള ഔദാര്യമായിരിക്കും. അത് വേണ്ടപ്പ. എനിക്കാരെയും ഒരുത്തരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല മോനെ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതെല്ലാം. അപ്പൻ ഇനിയും നിനക്ക് തരും. ഔദാര്യമായിട്ടല്ല, അവകാശമായിട്ട്. എന്റെ മകന്റെ അവകാശമായിട്ട്. ദാ, സകല സ്വത്തുക്കളുടെയും ഡോക്യുമെന്റ്സ് ഇതിലുണ്ട്. നീ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ഇത് നിനക്കും കൂടി അവകാശപ്പെട്ടതാ. എങ്കിൽ ചെയ്യേണ്ടത് എത്രയും വേഗത്തിൽ ചെയ്യണം. അതും ബെന്നിച്ചായം വരും മുമ്പ് നമുക്ക് നടത്താം. തൽക്കാലം അമ്മയോട് പറയണ്ട. ഇപ്പോൾ അപ്പൻ ഞാൻ പറയുന്നത് കേൾക്കണം. വാ എന്റെ കൂടെ. അച്ചായോ, അച്ചായോ, അച്ചാമച്ചി, ഒന്ന് വേഗം ഇറങ്ങി വാ. മോനെ സാമേ, എടാ മോനെ, ഒന്ന് വേഗം ഇറങ്ങി വാടാ. എന്താ സിബി? എന്താ റപ്പായി ചേട്ടാ? നശിച്ചു, എല്ലാം നശിച്ചു. പീലിച്ചാന്റെ വാക്കിന്റെ വില ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. റപ്പായി ചേട്ടാ, ഇപ്പൊ എന്ത് പറ്റി? ബെന്നിച്ചായനെയും ഔസപ്പച്ചനെയും പോലീസ് പിടിച്ചു കുഞ്ഞേ. എന്റെ ദൈവമേ, ഞാൻ എന്നതായി കേൾക്കുന്നത്? എന്താ സിബി സംഭവിച്ചത്? എപ്പോഴാണ് സംഭവം? റേഷൻ കടയിലെ അരി മറിച്ചു വിറ്റതും
മില്ലിലെ കള്ളത്തടിയുടെ കാര്യവും എങ്ങനെയോ പോലീസ് അറിഞ്ഞു. ഔസേപ്പച്ചനെ വീട്ടിൽ നിന്നും കൈയോടെ പിടികൂടി. അവരുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. വീട് പൂട്ടി സീലും ചെയ്തു. ബെന്നിച്ചായനെ റേഷൻ കടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കടയെല്ലാം ആളുകൾ അടിച്ച് തകർത്തു. ഞാൻ പറഞ്ഞതാ, ആര് കേൾക്കാൻ? എടാ മോനെ, നീ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ല്. സിബി, നീ ഒന്ന് കൂടെ ചെല്ല്. അച്ഛേ വേണ്ട, ആരും ഒരിടത്തേക്കും പോകുന്നില്ല. അച്ഛൻ ജാമ്യത്തിലിറക്കാൻ പോയിട്ടുണ്ട്. ഔസേപ്പച്ചന്റെ വീട് പോലീസ് സീൽ ചെയ്തപ്പോൾ ഞാൻ മഞ്ജുക്കുഞ്ഞിനെ ഇങ്ങ് വിളിച്ചോണ്ട് പോന്നു. പാവം അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. എന്തായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? റേഷൻ കടയിൽ നിന്ന് പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോ അപ്പനെ അനുസരിക്കാത്തതിന്റെ ഫലം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ബെന്നിച്ചായൻ കുറേ കരഞ്ഞു. ബെന്നിച്ചൻ ചെയ്ത തെറ്റ് മനസ്സിലായി പീലിച്ചായ, മനസ്സിലായി. യാത്ര പോകുന്നു മൂകമീ കാറ്റിൽ, ഓർമ്മകൾ പോലെ പാറുമീ തിരകൾ, പദയാത്രികന്റെ നോവുകൾ ചുമലേറി കാൽ കുഴഞ്ഞുവോ, വഴി നീളെ മുൾക്കിനാവുകൾ. യാത്ര പോകുന്നു മൂകമീ കാറ്റിൽ, ഓർമ്മകൾ പോലെ പാറുമീ ഇലകൾ. രാവിന്റെ വിരിമാറിൽ മതിദേശാടനങ്ങൾ, നേരിന്റെ മരുഭൂവിൽ ഇനി തീർത്ഥാടനങ്ങൾ, ആത്മാവിനേതോ മായാവനം ആളും വെയിൽ വീണുമായുന്നുവോ, ഇന്നോളം കണ്ട പൂക്കാലം വെറും കാനൽ കിനാത്തുള്ളികൾ. യാത്ര പോകുന്നു മൂകമീ കാറ്റിൽ, ഓർമ്മകൾ പോലെ പാറുമീ ഇലകൾ. അപ്പാ, വേഗത്തിൽ പണമുണ്ടാക്കാൻ മഞ്ജുവിന്റെ പപ്പയുടെ കൂടെ ചേർന്ന് ഞാൻ പലതും ചെയ്തു. ഞാൻ ശരിക്കും അപ്പനെ പറ്റിക്കുകയായിരുന്നു. അപ്പനെ അനുസരിക്കാത്തതിനും ആരെയും സ്നേഹിക്കാത്തതിനും എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്. അപ്പാ, എന്നോട് ക്ഷമിക്കണം. പീലിപ്പോസ് മക്കളെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ബെന്നി. പണത്തെ സ്നേഹിച്ചിട്ടില്ല. നിന്നോടും ക്ഷമിക്കാൻ ആ വലിയ മനസ്സിന് കഴിയും. ഇനിയെങ്കിലും നിങ്ങൾ ഈ അപ്പനെ ഒന്ന് മനസ്സിലാക്ക്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കണം. സാം, ആ ഡോക്യുമെന്റ്സ് ഇങ്ങെടുക്ക്. എന്റെ തീരുമാനപ്രകാരം തയ്യാറാക്കിയ വിൽപത്രമാണിത്.
സാം നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ ഞാനിത് ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തത്. ഔസേപ്പച്ച, ഇന്നാ വായിച്ചു നോക്ക്. ബെന്നി, ഇത് നിനക്കുള്ളതാടാ. ഇവനൊന്നുമില്ല അപ്പാ. എല്ലാം എന്റെ പേരിലാണോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ടെന്ന്. ഞാൻ മുടിയനായ പുത്രനല്ലേ, ആ പേര് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ ഒന്ന് കാണണം, നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണം, അത്രയേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ചില നല്ല തീരുമാനങ്ങളോടെയാ സാം ജയിലിൽ നിന്നും എന്നെ കാണാൻ വന്നത്. അതിൻ പ്രകാരം അവൻ നമ്മുടെ വയൽ പ്രദേശത്ത് കർത്താവിന് ദൂതുമായി യാത്രയാകുന്നു, ഒരു മിഷണറിയായി. ഒത്തിരി ഇഷ്ടത്തോടെ മക്കളെ കാത്തിരിക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പിതാവ്, ക്ഷമിക്കുവാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മ. ആരെയും മറക്കാതിരിക്കട്ടെ. ഇതുപോലെ ഒരു അപ്പനെയും അമ്മയും കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയാം. ചെല്ലു മക്കളെ. ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നുപോയ ഒരു പറ്റം മനുഷ്യരിൽ പ്രകാശമായി ജ്വലിച്ചിറങ്ങിയ ഒരു പിതാവിന്റെ സ്നേഹം. സകല വാതിലുകളും അവരുടെ മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ അവരെ തേടി വന്ന ഒരു പിതാവിന്റെ ശബ്ദം. ആ സ്നേഹത്തെ മനസ്സിലാകുമ്പോൾ, നാം ആ ശബ്ദത്തെ തിരിച്ചറിയുമ്പോൾ, അവൻ നമ്മെ അവനോട് ചേർത്ത് നിർത്തും, മക്കളായി. ഈ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ ആത്മാവിൽ ഒരു തീർത്ഥാടനം ഇവിടെ പൂർണ്ണമാകുന്നു.